ഹാർട്ടിൽ ഒരിക്കൽ ബ്ലോക്ക് വന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ഒരിക്കൽ അറ്റാക്ക് വന്ന ഒരു വ്യക്തിയോട് അടുത്ത അറ്റാക്ക് വരുന്നത് തടയാനുള്ള മാർഗങ്ങൾ തുടക്കത്തിലേ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മരുന്നുകളെ കുറിച്ച് പറഞ്ഞുതരാം. അതിനു മുമ്പ് മരുന്നല്ലാതെ വീണ്ടും വീണ്ടും ബ്ലോക്ക് വരുന്നത് തടയാനുള്ള മറ്റ് ചില മാർഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്താലോ? നമുക്കറിയാം, ഈ സ്റ്റെൻഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ബ്ലോക്ക് നീക്കി കഴിഞ്ഞാൽ സ്റ്റെൻഡിനകത്ത് തന്നെ ചില ആളുകൾക്കെങ്കിലും വീണ്ടും ബ്ലോക്ക് വരുന്ന കാണാറുണ്ട്. അതല്ലെങ്കിൽ ബൈപ്പാസ് കഴിഞ്ഞാൽ വീണ്ടും ബ്ലോക്ക് വരുന്നവരുണ്ട്. ഇങ്ങനെ വീണ്ടും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അത് നീക്കിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബ്ലോക്ക് വീണ്ടും വരുന്നത് തടയാനുള്ള ഏറ്റവും പ്രധാന മാർഗം എന്ന് പറയുന്നത് സ്റ്റാറ്റിൻ മരുന്നുകളാണ്. നമ്മൾ കൊളസ്ട്രോളിനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് സ്റ്റാറ്റിൻ മരുന്നുകൾ. ഈ മരുന്നുകൾ രക്തക്കുഴലിനകത്ത് നീർക്കെട്ട് വരുന്നത് തടയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാക്ക് സ്റ്റെബിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരുന്നത് ഇതുമൂലം ഒരുപാട് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. രണ്ടാമത്തത്, സ്റ്റെന്റിനകത്ത് ബ്ലോക്ക് വരുന്ന പല ആളുകൾക്കും രക്തം ക്ലോട്ട് വഴിയാണ് അറ്റാക്ക് സംഭവിക്കുക. അത് തടയാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ, ക്ലോപ്പിഡോഗൽ തുടങ്ങിയ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. മൂന്നാമത്തത്, കാൽഷ്യം അടിഞ്ഞ് ബ്ലോക്ക് വരുന്നത് തടയാനുള്ള ഒരു മാർഗമാണ് വൈറ്റമിൻ K2 സപ്ലിമെന്റ്സ് ആണ്. ഇതെന്താണ് ചെയ്യുക? കാൽഷ്യത്തെ രക്തക്കോലുകളിൽ നിന്നും പറിച്ചെടുത്ത് എല്ലുകളിലേക്ക് എത്തിക്കും. അത് കാരണം രക്തക്കോലുകളുടെ കേട് ഒരുപാട് തടയപ്പെടുകയാണ്. കാൽഷ്യം ബ്ലോക്ക് ഉള്ളവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് വൈറ്റമിൻ K2 സപ്ലിമെന്റ്സ്. നാലാമത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ് സപ്ലിമെന്റ്സ് ആണ്. ഇത് എല്ലാവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ സ്റ്റെന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരുന്ന ആളുകൾക്ക് സ്റ്റെന്റിനകത്ത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഒമേഗ 3 ഫാറ്റി ആസിഡ് സഹായിച്ചേക്കാം. അഞ്ചാമത്തത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് ആണ്. നമ്മൾ ചെറിയ എക്സർസൈസിന് പകരം കുറച്ച് നേരത്തേക്ക് വളരെ കഠിനമായ രീതിയിൽ എക്സർസൈസ് ചെയ്യാം. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. വെറും ഒരു 4-5 മിനിറ്റ് നേരത്തേക്ക്. ഇത് ശരീരത്തിൽ നല്ലൊരു സ്ട്രെസ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ നീർക്കെട്ട് കുറയാനും ഹൃദയത്തിന്റെ റെസ്പോൺസ് മോഡിഫൈ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാർഗങ്ങളിലൂടെ ഹൃദയത്തിൽ വീണ്ടും ബ്ലോക്ക് വരുന്നത് തടയാൻ ഒരുപാട് പേർക്ക് സാധിക്കാറുണ്ട്. ഇനി സ്റ്റെന്റുകളിൽ തന്നെ മരുന്ന് പുരട്ടിയ സ്റ്റെന്റ് ഉപയോഗിക്കുന്നത് വഴി വീണ്ടും ബ്ലോക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് 50% ആളുകൾക്ക് സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം എല്ലാവരും അറിയേണ്ടത്, ഒരിക്കൽ സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാലോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാലോ പീരിയോഡിക്കലായിട്ട് ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ ഒരു ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുക. നെഞ്ചുവേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ ഉടനെ കാണിക്കുക. ഇതുവഴി വീണ്ടും ബ്ലോക്ക് വരുന്നത് അപകടത്തിലേക്ക് എത്തിപ്പെടുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന് തീർച്ചയായിട്ടും സാധിക്കും. ഇതിനൊക്കെ പുറമെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ഒരിക്കൽ ആൻജിയോപ്ലാസ്റ്റിയോ സ്റ്റെന്റിങ്ങോ കഴിഞ്ഞ ആളുകൾക്ക് കൃത്യമായ ഭക്ഷണച്ചിട്ടകളും വ്യായാമവും നിർബന്ധമാണ്. അതുപോലെ തന്നെ പുകവലി ഒരു കാരണവശാലും വീണ്ടും തുടരാൻ പാടില്ല. ഇത് വീണ്ടും ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഗ്യാരണ്ടി പറയാവുന്ന ഒരു അപകടമാണ്, ഒരു ശീലമാണ്.